പേഴ്സണൽ ബ്രാൻഡിങ്ങിനെ കുറിച്ചാണ്. മുൻപൊക്കെ നമ്മൾ കൂടുതലും പ്രോഡക്റ്റിനെ കുറിച്ചും കമ്പനിയെ കുറിച്ചാണ് കേട്ടിരുന്നതെങ്കിൽ ഇന്ന് നമ്മൾ വ്യക്തികളെ കുറിച്ചാണ് കേൾക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ശരിക്കും നമ്മൾ പ്രോഡക്റ്റിനെയാണോ മാർക്കറ്റ് ചെയ്യേണ്ടത്, അതോ ആ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്ന വ്യക്തിയാണോ മാർക്കറ്റ് ചെയ്യേണ്ടത്? എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് കൂടുതലും പേഴ്സണൽ ബ്രാൻഡിങ്ങിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം. കാരണം ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ പ്രോഡക്റ്റ് നല്ലതാണെന്ന് പറയാൻ ഇന്ന് ഒരുപാട് മീഡിയംസ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെയാണ് ആ പ്രോഡക്റ്റിനെ ട്രസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ ഓണർ ആരാണ്, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിനെ ഫൗണ്ട് ചെയ്ത ആരാണ്, അവരെക്കുറിച്ച് സംസാരിക്കാനും ഇന്ന് ഒരുപാട് മീഡിയംസ് അവൈലബിൾ ആണ്. സത്യത്തിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എത്രമാത്രം ട്രസ്റ്റ് വർത്തിയാണ്, അതിനനുസരിച്ച് നിങ്ങളുടെ ബ്രാൻഡിൻ്റെ വാല്യൂ കൂടുകയാണ് ചെയ്യുന്നത്. സോ ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ഡെഫിനറ്റായിട്ടും ആ പ്രോഡക്റ്റിനേക്കാൾ ഉപരിയായിട്ട് ആ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നവരാരാണ്, ആ പ്രൊമോഷന് വളരെയധികം പ്രാധാന്യം നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ കൊടുത്താൽ, പേഴ്സണൽ ബ്രാൻഡിങ്ങിന് നമ്മൾ പ്രാധാന്യം കൊടുത്താൽ ഡെഫിനറ്റാണ് കസ്റ്റമർക്ക് നിങ്ങളുടെ ഉൽപ്പന്നങ്ങളിൽ മേലുള്ള വിശ്വാസമാണ് കൂടുന്നത്. വിശ്വാസം കൂടുന്ന സമയത്ത് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ ഡെവലപ്മെൻറ്റ് വളരെ പെട്ടെന്ന് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ആ കാര്യങ്ങളിലേക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്.